നമസ്കാരം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്നത് മലദ്വാര സംബന്ധമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളെക്കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ അടുത്തുനിന്ന് ബ്ലീഡിങ് വരിക, വേദനയോട് കൂടിയ ബ്ലീഡിങ്, അല്ല വേദനയില്ലാത്ത രീതിയിൽ ബ്ലീഡിങ് വരിക, മലം പോകുമ്പോൾ മലം മുറുകി പോയതിന് ശേഷം ബ്ലീഡിങ് വരിക എന്നൊക്കെയുള്ള കുറച്ച് അസുഖങ്ങളായിട്ട് അല്ല സിംറ്റംസായിട്ട് ആൾക്കാർ OPDയിൽ വരാറുണ്ട്. ഇത് നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്ലീഡിങ്ങും നമ്മൾ മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് ബ്ലീഡിങ്ങും പൈൽസ് തന്നെ ആകണമെന്നില്ല. അത് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് അത് എന്തുകൊണ്ടാണ് ആ ബ്ലീഡിങ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. പൈൽസിൻ്റെ ഒരു കോമൺ സിംറ്റം ബ്ലീഡിംഗ് ആണെങ്കിലും എല്ലാ ബ്ലീഡിങ്ങും പൈൽസ് തന്നെ ആകണമെന്നില്ല. ഇനി പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമുക്ക് പൈൽസിനെ പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൽ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിയുമ്പോൾ അതിൽ ഓരോ കാറ്റഗറിക്ക് ഓരോ ടൈപ്പ് ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് കാറ്റഗറി അല്ല സെക്കൻഡ് കാറ്റഗറിയൊക്കെ നമുക്ക് ചെറിയ ബാൻഡിങ് അല്ലെ ലേസർ, സ്ക്ലീറോ അങ്ങനത്തെ പറഞ്ഞ് പല തെറാപ്പികളുണ്ട്. തേർഡ് കാറ്റഗറി, ഫോർത്ത് കാറ്റഗറിയിലൊക്കെ പോകുമ്പോൾ നമ്മളതിനെ സ്റ്റാപ്ലർ ഹെമറോഡക്ടമി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ പേഷ്യൻസിനും അവരുടേതായിട്ടുള്ള അസുഖത്തിൻ്റെ കാറ്റഗറി അനുസരിച്ചായിരിക്കും നമ്മൾ പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്.